പപ്പ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ പറയാമോ? ഈ മുറബ്ബ ഉണ്ടാക്കുന്ന വിധി ഒന്ന് പറയാമോ? മുറബ്ബ ഉണ്ടാക്കുന്ന രീതി എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അല്പം കൂടെ ഉറക്കെ പറഞ്ഞേ. മുറബ്ബ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 1/2 കിലോ നെല്ലിക്ക, 1/2 കിലോ നെല്ലിക്ക, അതിന് 400 ഗ്രാം ഇത് പനക്കൽക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതാകണ്ട ഇച്ചിരി ചുക്കോ ഇച്ചിരി ഏലക്കായോ ഗ്രാമ്പും ഒക്കെ അതിൻ്റെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചതച്ചിടണം, അത്രയേ ഉള്ളൂ. ആദ്യം ഇതിനെ അങ്ങ് പഞ്ച് ചെയ്യണം, നല്ല ഫോർക്കും കൊണ്ടൊക്കെ കുത്തി അങ്ങ് പഞ്ച് ചെയ്യണം. അതെപ്പോഴാണ് പഞ്ച് ചെയ്യേണ്ടത്? എപ്പോഴാണ്? പച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കഴുകണം. കഴുകിയതിന് ശേഷം അത് ഓരോന്നെടുത്ത് തൂത്ത് വൃത്തിയാക്കണം. വെള്ളമില്ല, തൂത്ത് വൃത്തിയാക്കണം. അതിനുശേഷം ആവി കയറ്റിയിട്ടാണോ കുത്തുന്നത്? പിന്നെ പച്ചയ്ക്ക് തന്നെ അതിനെ ഫോർക്ക് കൊണ്ട് പഞ്ച് ചെയ്യണം, കുത്തി അങ്ങ് ഇതാക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ അപ്പച്ചമ്പ്, ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, അതിനകത്ത് ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടമല്ല, വേറൊരു തട്ടമുണ്ട്. അതിനകത്ത് വെക്കാവുന്ന അത്രയും വെച്ച് ഒരു മാക്സിമം 10 മിനിറ്റ് വേണ്ട, ഒരു 8-9 മിനിറ്റ് മതി. ഒന്ന് ആവി കയറ്റണം. ആവി കയറ്റിയിട്ട് അതിനെ മാറ്റുക, അതവിടെ തണുക്കട്ടെ. എന്നിട്ടൊരു കടായിക്കകത്തോട്ട് ചീനച്ചട്ടി, വലിയൊരു ചീനച്ചട്ടി, അതായത് ഇത് കടായി ഹിന്ദിയിൽ ഇളക്കാൻ നമുക്ക് കഴിയുമോ, ഇതിനെ കളിച്ച് വലുതായാലും കുഴപ്പമില്ല. അതിനകത്തോട്ട് 1/2 കിലോ നെല്ലിക്കായ്ക്ക് 400 ഗ്രാം പനക്കൽക്കണ്ട വെച്ചാൽ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നോ അതനുസരിച്ച് ഇടുക. ഇട്ടിട്ട് അതിനകത്തോട്ട് ഒരു 3-4 ഒരു 400 ഗ്രാം പനക്കൽക്കണ്ടത്തിന് ഒരു 2-3 ടീസ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. അല്ലെ പിന്നെ കേക്ക് കാരമലൈസായി ഇപ്പോൾ പിന്നെ അത് തിളക്കാൻ പാടാകും. അപ്പോൾ അതിങ്ങനെ കിടക്കും. അതനുസരിച്ചിട്ട് ഇളക്കുക. ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുമ്പേ നമ്മൾ പൊടിച്ച് വെച്ച മസാലയാണ് ചേർക്കണം. ചുക്ക്, ഗ്രാമ്പൂ, മറ്റേ ഏലക്കയും കൂടെ ഇടണം. അത് ഇളക്കി ഒരുമാതിരി ലിക്വിഡ് ആകുന്ന പരുവത്തിന് ഈ സ്റ്റീം ചെയ്തിരിക്കുന്ന ഈ നെല്ലിക്കയുടെ അകത്ത് ഇടണം. പിന്നെ വെള്ളം ഒഴിക്കരുത് അധികം. ആദ്യം ശ്രദ്ധിക്കുക, 1-2 പറഞ്ഞ അത്രയുമേ വെള്ളം ചേർക്കാവും. അല്ലെങ്കിൽ നെല്ലിക്കകത്ത് നിന്ന് വീണ്ടും വെള്ളം ഇങ്ങോട്ട് ചാടും. പിന്നെ ആകെ ഇതാവും, പറ്റി ചേർക്കാൻ പറ്റുമോ. പിന്നെ ലോയ്ക്കും ഹൈക്കും ഒരു പരുവത്തിന് ഇതിടാവും. അല്ലെ വെള്ളം പറ്റി നാരങ്ങ നെല്ലിക്കോട്ട് വേഗത്തുമില്ല. സെമ്മിന്ന് സ്വല്പം കൂട്ടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതാണ്. വെള്ളം ഇങ്ങോട്ട് ചാടുന്നതാണ്. അങ്ങനെ വന്ന് പനക്കൽക്കണ്ട മുഴുവൻ അലിയും. പിന്നെ ഇതിനകത്ത് കിടന്ന് ഇതങ്ങോട്ട് വേഗാൻ തുടങ്ങും. വെന്ത് ഈ പച്ച കളർ മാറി ഇതങ്ങ് ചുരുങ്ങും. നെല്ലിങ്ങി അതൊരു എന്താ കറുത്ത കളറാവും. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും ആ സിറപ്പിൻ്റെ. ആ കളർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഈ കളറാവണം. അപ്പം അതിൻ്റെ ആ സിറപ്പും ഒരു പരുവത്തിലാകണം. നമുക്കത് കാണുമ്പോൾ അറിയാം. വെള്ളം പോലെ കിടക്കല്ലേ, അത് അധികം കുറുകയും പോകരുത്. എന്നിട്ടത് ഉണങ്ങിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അതോ ഗ്ലാസ് കണ്ടെയ്നറിലെടുത്ത് സൂക്ഷിച്ച് 1 വർഷം വരെ ഉപയോഗിക്കാവുന്നു. ദിവസവും ഒരെണ്ണം കഴിക്കുക, വൈകിട്ട് ആഹാരം കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കുക. ഇതിനകത്തില്ലാത്ത സർവ്വഗുണസമ്പന്നമായ സാധനമാണല്ലോ ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. പിന്നെ ഈ എന്താ പറയുക, പനക്കൽക്കണ്ട പറഞ്ഞാൽ ആയുർവേദ സാധനമാണ്. ആവശ്യമില്ലാതെ പഞ്ചസാര ഉപയോഗിക്കാം, ശർക്കര ഉണ്ട ഉപയോഗിക്കാം. പക്ഷെ അതിനൊക്കെ നല്ല ഇതാണ്. ഇതെന്തിനെ ചെറുത്ത് നിൽക്കുന്നു എന്നൂടൊന്ന് പറയാമോ? നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂടും. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. പിള്ളേർക്കൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ ഇതുണ്ടാക്കിയ മോൾക്ക് വേണ്ടിയാണ്. മോള് വരുമ്പോൾ മോൾക്ക് കൊടുക്കാനാണ്. ഒഴിക്കുന്നുണ്ടോ തേൻ പോലെ അല്ല, തേൻ നെല്ലിക്ക തേനൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇതാ സംഭവം. പനക്കൽക്കണ്ടമാണ് അതാണ് ഏറ്റവും നല്ലത്. ഞാനത് ഉണ്ടാക്കും. ഈ ഇത് കണ്ടോ, തേൻ പോലെ വരുന്നതുണ്ടോ? പക്ഷെ തേനൊന്നും ഉപയോഗിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. തേനിട്ട് തിളപ്പിക്കാൻ പറ്റും. ആരോഗ്യത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് ജലദോഷം, തുമ്മല്, ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെറുത്ത് നിൽക്കാൻ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടും. ഇതാണ് തേൻ പോലെ വീഴുന്നതാണ്. അല്ല, തേൻ ഒഴിച്ചൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് 1 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.